ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഹാത്തിയോം കി രഹഗുസർ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ പോവാട്ടോ. ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി സഹി വാക്യ ചുൻകർ ലിഖേ. ശരിയായ സെൻറ്റൻസ് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. ഫസ്റ്റത്തത് യുവകിനെ ഹാത്തിയോം കാ വീഡിയോ ബനായ. യുവാവ് ആനകളുടെ വീഡിയോ എടുത്തു. ഓക്കെ, അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ അത് എഴുതണം. നെക്സ്റ്റ്, ഹാത്തിനി അവർ ചോട്ടെ ബച്ചേനെ ആസാനി സെ ഡിവൈഡർ പാർ കിയ. ആനയും അതിൻ്റെ ചെറിയ കുട്ടിയും വളരെ എളുപ്പത്തിലൂടെ ഡിവൈഡർ ക്രോസ് ചെയ്തു. അത് തെറ്റാണ്. ആനയും വലിയ കുട്ടിയാണ് ഡിവൈഡർ എളുപ്പത്തിൽ ക്രോസ് ചെയ്തത് അല്ലേ. നെക്സ്റ്റ്, ബച്ചോം കി സുരക്ഷ കെ ലിയെ ഹാത്തിയോം നെ ജൂണ്ട് ബനായ. കുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ആനകൾ കൂട്ടം ഉണ്ടാക്കി, ഒരു വലയം നിർമ്മിച്ചു. അതും ശരിയാണ്. നെക്സ്റ്റ്, സർദാർ ഹാത്തിനെ അപ്പിനെ കുൻബെ കോ സുരക്ഷിത് രഖ. സർദാർ ഹാത്തി തൻ്റെ കുടുംബക്കാരെ സുരക്ഷിതമാക്കി വെച്ചു. അതും ശരിയാണ്. നെക്സ്റ്റ്, കുൻബ പാനി പീനെ കേലിയെ ചലകയ. കുടുംബക്കാർ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നടന്നു പോയി. അതും ശരിയാണ്. നെക്സ്റ്റ്, സർദാർ ഹാത്തി ജൂണ്ട് സെ അലഗ് ചലാഗയ. സർദാർ ഹാത്തി കൂട്ടത്തിൽ നിന്ന്, ആ വലയത്തിൽ നിന്നും വേർപെട്ട് നടന്നു പോയി. ഓക്കെ, അത് തെറ്റാണ്. അപ്പോൾ ഇതിൽ ശരിയായത് മാത്രം സെലക്ട് ചെയ്തിട്ട് എഴുതാനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് കറക്റ്റ് ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിയായത് മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഈ നെക്സ്റ്റ് ആക്ടിവിറ്റി രേഖാഗിത് അംശ് പർ ധ്യാൻ ദേ. അണ്ടർലൈൻ ചെയ്ത ഭാഗം ശ്രദ്ധിക്കാനാണ്. കേരൾ ഔർ തമിഴ്നാട് കി സീമ പർ ബസെ ജംഗൽ കി ബാത്ത് ഹെ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന കാടിനെ കുറിച്ചാണ്, കാട്ടിലെ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഔർ എന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കേരൾ ഔർ തമിഴ്നാട്, രണ്ട് സംസ്ഥാനങ്ങളെ ഒന്നിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഔർ യൂസ് ചെയ്തത്. ഇവിടെ നമ്മുടെ ഇംഗ്ലീഷിൽ ആൻഡ്, കേരള ആൻഡ് തമിഴ്നാട് എന്ന് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പോലെ ഹിന്ദിയിൽ നമ്മൾ ആൻഡ് എന്നുള്ളതിന് ഔർ എന്നാണ് യൂസ് ചെയ്യുക, കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഹാത്തിനി ഔർ ഉസ്കാ ബഡാ ബച്ച ആസാനി സെ ഡിവൈഡർ പാർ കർ ഗയേ. ഹാത്തിനി ആനയും അതിൻ്റെ വലിയ കുട്ടിയും വളരെ എളുപ്പത്തിൽ ഡിവൈഡർ ക്രോസ് ചെയ്തു പോയി. അപ്പോൾ ഇവിടെ ആനയും അതിൻ്റെ വലിയ കുട്ടിയും എന്ന് പറയാനാണ് ഔർ യൂസ് ചെയ്തത്. ഹാത്തിനി ഔർ ഉസ്കാ ബഡാ ബച്ച, ആനയും അതിൻ്റെ വലിയ കുട്ടിയും. ഓക്കെ, അപ്പോൾ ഈ ഔർ എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ് കേട്ടോ. നമ്മൾ ഇംഗ്ലീഷിൽ ആൻഡ് ആണ്. ഔർ എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ ഹാത്തി ഔർ ബച്ചെ, ആനയും കുട്ടിയും. മനു ഔർ മിനു, മനുവും മിനുവും. ഓക്കെ, അപ്പോൾ നമ്മൾ ഔർ എന്ന് കണ്ടാൽ രണ്ട് സാധനങ്ങളോ രണ്ടാൾക്കാരെയൊക്കെ ഒപ്പം പറയാനാണ് ഔർ യൂസ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി ചിത്ര ദേഖേ നമൂനെ കെ അനുസാർ സൂചന പട്ട് തയ്യാർ കരും. ചിത്രം നോക്കിയിട്ട് തന്നിരിക്കുന്നത് പോലെ സൂചനാപ്പട്ട് തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സൂചനാപ്പാട്ട് തന്നിട്ടുണ്ട്. സൂചനാപ്പാട്ട് എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ബോർഡ്. ഇപ്പോൾ ഇവിടെ പിക്ചർ കൊടുത്തത് ആനൻ്റെ പിക്ചറാണ് അല്ലേ. അപ്പോൾ അവിടെ എഴുതിച്ചിട്ടുണ്ട് സാവധാൻ ഹാത്തിയോം കെ സടക്ക് പാർ കർണേ കി ജഗഹേ. നല്ല പോവാനാണ്, ആനകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ട ആ ഒരു കാര്യത്തിന് നമ്മൾ സൂചനാപ്പാട്ട്, ഇൻഫോർമേഷൻ ബോർഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആനൻ്റെത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പിക്ചേഴ്സിൻ്റെ ഒക്കെ നമ്മൾ എഴുതണം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം അല്ലെ, ഒരു ഫയർ, ഒരു തീ ഉണ്ട്. തീ കത്തിക്കരുത് എന്ന സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആഗ് ജലാന മനാഹെ. തീ കത്തിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് അല്ലേ, പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലും കവറൊക്കെ ഉണ്ട്. അത് പ്ലാസ്റ്റിക് ക്രോസ് ചെയ്തൊരു ഫോട്ടോ, നിരോധിച്ചിട്ടുണ്ട് എന്നൊരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് എങ്ങനെ എഴുതാം? യഹ പ്ലാസ്റ്റിക് പ്രതിബന്ധിത് ഹേ. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു മൃഗത്തിൻ്റെ ചിത്രമാണ് അല്ലേ. ഭക്ഷണം കൊടുക്കുന്നത് ഇങ്ങനെ ക്രോസ് ചെയ്തിട്ടുണ്ട്. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നമ്മൾ സൂലൊക്കെ ചെല്ലുമ്പോൾ സൂലൊക്കെ എഴുതിച്ചിട്ടുണ്ടാവും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല അല്ലേ. അത് നമുക്ക് എങ്ങനെ എഴുതാം? ജാൻവറോം കോ ഗാന ഗിലാന മനാഹെ. മൃഗങ്ങളെ ഭക്ഷണം കഴിപ്പിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇങ്ങനെ ആരോ ക്രോസ് ചെയ്തിട്ടുണ്ട് അല്ലേ, മുന്നോട്ട് പോകാൻ പാടില്ല എന്ന്. റോഡിലൊക്കെ ഉണ്ടാവും അങ്ങനെ വാഹനങ്ങൾ പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ആഘെ ജാന മനാഹെ, മുന്നോട്ട് പോകുന്നത് നിരോധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സൂചനാപ്പാട്ട്. ഇങ്ങനെ ചിത്രം തന്നിട്ട് ഈ ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സൂചനാപ്പാട്ട് തയ്യാറാക്കാനുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ,
ഇനി അടുത്ത നമ്മുടെ ആക്ടിവിറ്റി വിവരണം തയ്യാറാക്കാനാണ്. ആപ്നെ ഭി യാത്ര കെ ദൗറാൻ ഐസെ കൈ ദൃശ്യ ദേഖേ ഹോഗെ. നിങ്ങൾക്കും യാത്രയിൽ ഇതേപോലത്തെ പല അനുഭവങ്ങളും നമ്മുടെ യാത്രയിലും ഉണ്ടായിട്ടുണ്ടാവും. ഐസെ കിസി ദൃശ്യക്ക വിവരണം തയ്യാർ കരേ. അതുപോലുള്ള ഏതെങ്കിലും ഒരു ദൃശ്യത്തിൻ്റെ വിവരണം തയ്യാറാക്കാനാണ്. അപ്പോൾ നമ്മൾക്ക് വിവരണം തയ്യാറാക്കുക എന്ന് കാണുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മുടെ വിവരണത്തിൽ ശീർഷക് ലിഖാ ഹെ, ശീർഷകം എഴുതണം. സ്ഥാൻ കാ ഉല്ലേഖ് ഹെ, സ്ഥലം ഉൾപ്പെടുത്തണം. ഘടന കാ വർണ്ണൻ ഹെ, സംഭവം വിവരിക്കണം. ജഗഹ് കി വിശേഷതായെ ലിഖി ഹെ, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതണം. ഓക്കെ, അപ്പോൾ മിസ് ഇവിടെ ഒരു വിവരണം വായിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഹെഡിങ് വേണം അല്ലേ? പില്ലേ കാ പ്യാർ, പട്ടിക്കുട്ടിയുടെ സ്നേഹം, നായ്ക്കുട്ടിയുടെ സ്നേഹം. ഇസ് ഘടന സടക്ക് മേം ഹുയി മേം കൊല്ലം ജ രഹാദ. ഈ സംഭവം റോഡിൽ സംഭവിച്ചതാണ്. ഞാൻ കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. സടക്ക് മേം ഏക്ക് കുത്തിയ ലേട്ട് രഹാദ. റോഡിൽ ഒരു നായ കിടക്കുന്നുണ്ടായിരുന്നു. ഉസ്കി സാമനെ ഹി ഉസ്ക പില്ല ഘടാദ. അതിൻ്റെ മുന്നിൽ തന്നെ അതിൻ്റെ നായ്ക്കുട്ടിയും നിൽക്കുന്നുണ്ടായിരുന്നു. കുത്തിയാക്കെ പയർമേം ചോട്ട് ലഗാദ. നായയുടെ കാലിൽ മുറിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആസ് പാസെ ഖാഡി ചൽ രഹീതി. അരികിലൂടെ അങ്ങനെ വാഹനങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ലോഗോം നെ പില്ല കോ ടഹനെ കോ ഹോൺ ബച്ചായ. ആളുകൾ പില്ല മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഹോൺ അടിച്ചു. ലേക്കിൻ പില്ല വഹാം സെ ടഹനെ കോ തയ്യാർ നഹീം ദ. എന്നാൽ ആ നായക്കുട്ടി അവിടെ നിന്നും മാറി നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ഖാഡി വാലോ നെ കുത്തിയാക്കോ വഹാം സെ ടഹനെ തക് പില്ല വഹാം രഹ. യാത്രക്കാർ, ആ വാഹനത്തിൽ പോകുന്ന ആൾക്കാർ ആ നായയെ അവിടെ നിന്ന് മാറ്റുന്നത് വരെ നായക്കുട്ടി അവിടെ തന്നെ നിന്നു. ഓക്കെ, ഒരു നായക്കുട്ടീൻ്റെ സ്നേഹത്തിൻ്റെ, ഒരു അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ഒരു സംഭവമാണ്, ഒരു വിവരണമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലർക്കും യാത്രയിൽ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റി പഹച്ചാനെ ലിഖേ. ഐഡൻറ്റിഫൈ, തിരിച്ചറിയുക, എഴുതുക. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 5 6 7 8 9 10. 10 വരെയുള്ള ഹിന്ദിയിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ സൗ എന്ന് പറഞ്ഞാൽ 100, 100. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നും കൂട്ടിയിട്ട്, ഇപ്പോൾ ഇവിടെ ഏക്കും സൗവും കൂട്ടിയിട്ട് ഇവിടെ 1 സൗ 100, 100. രണ്ടാമത്തേത് ദോയും സൗവും കൂട്ടുക, എന്നിട്ട് ഇവിടെ കൂട്ടി എഴുതുക 2 സൗ 200. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തീനും സൗവും കൂട്ടിയിട്ട് ഇവിടെ 3 സൗ എഴുതണം, എന്നിട്ട് ഇവിടെ 300. ഓക്കെ, 300. അങ്ങനെ ഓരോന്ന് 4 സൗ കൂട്ടിയിട്ട് ഇവിടെ 4 സൗ 400, 5 സൗ. അങ്ങനെ ഓരോന്നിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടി സൗ കൂട്ടിയിട്ട് ഇവിടെ എഴുതുക. പിന്നെ അക്കത്തിൽ നമ്പറിൽ ഇവിടെ എഴുതുക. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ 10 സൗ എത്തുമ്പോൾ ഇവിടെ 10 സൗ എഴുതൂല, നമ്മൾ എന്ത് എഴുതും? 1000 എന്ന് എഴുതുക കേട്ടോ. 1000-ന് 10 100 കൂട്ടുമ്പോൾ 1000, 1000 ആണ്. 1000-ന് 1000 എന്നാണ് ഹിന്ദിയിൽ പറയുക. ബാക്കിയൊക്കെ അതേപോലെ സൗ എന്നിങ്ങനെ ആഡ് ചെയ്തിട്ട് എഴുതാൽ മതി. ലാസ്റ്റത്ത് മാത്രം 1000, 1000. ഓക്കെ, അപ്പോൾ 1 മുതൽ 10 വരെ എല്ലാവർക്കും എഴുതാനേ അറിയായിരിക്കും. അതിൻ്റെ കൂടെ ഇങ്ങനെ സൗ കൂട്ടിയിട്ട് ഇപ്പുറത്തെ കള്ളിയിൽ എഴുതുക. പിന്നെ നമ്പറിൽ 100, 200, 300 എന്ന് ഈ ഒരു കള്ളിയിൽ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ബൈ.